നമസ്കാരം. ICC ഏകദിന ലോകകപ്പിനായുള്ള തന്റെ തുടർ ടീമിനെ പ്രഖ്യാപിച്ച് മുൻ ഇന്ത്യൻ സ്പിന്നർ രവിചന്ദ്രൻ അശ്വിൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലോടെ തന്നെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതും എന്തൊക്കെ മാറ്റങ്ങൾ ടീമിൽ വരുത്താനുണ്ട് എന്നതും അദ്ദേഹത്തിന്റെ സ്വപ്ന തുല്യമായിട്ടുള്ള ടീമിനെ കുറിച്ചുമൊക്കെയാണ് ചർച്ച ചെയ്യുന്ന ഒരു വാർത്ത. ക്രിക്ക് ഇൻഫോയുടെ ചർച്ചാ പരിപാടിയിലാണ് അശ്വിൻ അമ്പരിപ്പിക്കുന്ന മാറ്റങ്ങളോടെയുള്ള ഇന്ത്യൻ ടീമിനെ തിരഞ്ഞെടുത്തത്. മലയാളി താരം സഞ്ജു സാംസൺ, ഋഷഭ് പന്ത്, മുഹമ്മദ് ഷമി എന്നിവരെ ഒഴിവാക്കിയതാണ് ടീമിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്നതാണ് പ്രധാനം. ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് 2022 ശേഷം ഇന്ത്യൻ ഏകദിന ടീമിൽ കളിച്ചിട്ടില്ലാത്ത പേസർ ഭുവനേശ്വർ കുമാറിനെ അശ്വിൻ ടീമിൽ തിരികെ വിളിച്ചിട്ടുണ്ട്. VIP-യിൽ RCB-ക്കായി 16 മത്സരങ്ങളിൽ നിന്ന് 28 വിക്കറ്റുകൾ വീഴ്ത്തി തിളങ്ങിയ ഭുവിയുടെ പരിചയ സമ്പത്ത് ദക്ഷിണാഫ്രിക്കയിലെ സാഹചര്യങ്ങളിൽ ഇന്ത്യക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് അശ്വിന്റെ വിലയിരുത്തൽ. വിക്കറ്റ് കീപ്പർമാരായി KL രാഹുലിനെയും ബാക്കപ്പായി ഇഷാൻ കിഷനെയുമാണ് അശ്വിൻ നിർദ്ദേശിക്കുന്നത്. രോഹിത് ശർമ്മ, ശുഭ്മൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, ജസ്പ്രീത് ബുംറ, ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, മുഹമ്മദ് സിറാജ്, കുൽദീപ് യാദവ്, ഹർഷിത് റാണ എന്നിവർ ടീമിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. കൂടാതെ യശസ്വി ജയ്സ്വാൾ, ഋതുരാജ് ഗെയ്ക്വാഡ്, രവീന്ദ്ര ജഡേജ, നിതീഷ് കുമാർ റെഡ്ഡി, അർഷ്ദീപ് സിംഗ്, പ്രസിദ്ധ് കൃഷ്ണ എന്നിവരെ പരിഗണനാ പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സഞ്ജുവിനെയും ഷമിയെയും ഒഴിവാക്കി അശ്വിൻ തിരഞ്ഞെടുത്ത ഏകദിന ലോകകപ്പ് ടീം ക്രിക്കറ്റ് ലോകത്തെ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ട് അശ്വിൻ ഇവരെ തഴഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇപ്പോൾ സഞ്ജുവിനെ മുൻപ് സപ്പോർട്ട് ചെയ്തിരുന്നവർ, പിന്തുണച്ചിരുന്നവർ, അദ്ദേഹത്തിന്റെ പേര് എടുത്തു പറഞ്ഞിരുന്നവർ പോലും ഇപ്പോൾ പറയാതെ പോകുന്ന സാഹചര്യം മുൻപിൽ കാണുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ ആദ്യം കണക്കാക്കേണ്ട ഒരു കാര്യം. ടീമിലെ പ്രധാന താരങ്ങളെയും അശ്വിന്റെ പുതിയ കണക്കുകൂട്ടലുകളെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ പറയുന്നതാണ്. യുവതാരങ്ങളാണ് അഭിഷേക് ശർമ്മ, ശിവം ദുബെ, വൈഭവ് സൂര്യവംശി, രവി ബിഷ്ണോയ്, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരെയും അശ്വിൻ തന്റെ ലോകകപ്പ് പദ്ധതികളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ടീമിന്റെ ബാറ്റിംഗ് നിരയിൽ പരിചയസമ്പത്തിന് മുൻഗണന നൽകുമ്പോൾ തന്നെ ദക്ഷിണാഫ്രിക്കയിലെ പിച്ചുകളിൽ പേസർമാർക്ക് ലഭിക്കുന്ന മുൻതൂക്കം മുന്നിൽ കണ്ടാണ് ഭുവനേശ്വർ കുമാറിനെ പോലൊരു അനുഭവ സമ്പന്നനായ താരത്തെ തിരികെ വിളിക്കാനുള്ള തീരുമാനമുണ്ടായത്. ആഭ്യന്തര ക്രിക്കറ്റിലും വിജയ് ഹസാരെ ട്രോഫിയിലും സജീവമായി കളിച്ച് ഫോം തെളിയിക്കണമെന്ന കർശന നിർദ്ദേശവും അശ്വിൻ ഭുവിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മറുവശത്ത് നോക്കിയാൽ സഞ്ജു സാംസണെയും ഋഷഭ് പന്തിനെയും തഴഞ്ഞ് KL രാഹുലിനെ ഒന്നാം വിക്കറ്റ് കീപ്പറാക്കി നിലനിർത്തിയത് ആരാധകർക്കിടയിൽ സമ്മിശ്ര പ്രതികരണത്തിന് കാരണമായിട്ടുമുണ്ട്. ബാക്കപ്പ് കീപ്പറുടെ റോളിൽ ഇഷാൻ കിഷനെ പരിഗണിച്ചതും ടീം മാനേജ്മെന്റിന്റെ ഭാവി പദ്ധതികളുടെ സൂചനയായി തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ബൌളിംഗ് നിരയിൽ ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം മുഹമ്മദ് സിറാജും ഹർഷിത് റാണയും ഇടം പിടിച്ചപ്പോൾ ഓൾറൗണ്ടർമാരായി ഹർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ടീമിന്റെ നട്ടലായി മാറുമെന്നാണ് അശ്വിന്റെ കണക്കുകൂട്ടൽ. ഇപ്പോൾ കഴിഞ്ഞ T20 ലോകകപ്പിൽ ഇന്ത്യക്ക് നിർണായകമായ പ്രകടനം കാഴ്ചവെച്ച താരമാണ് സഞ്ജു സാംസൺ. താരത്തിന്റെ മികവ് കൊണ്ടാണ് ഇന്ത്യക്ക് വീണ്ടും കിരീടത്തിൽ മുത്തമിടാൻ സാധിച്ചത്.